വലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കുരുവട്ടൂർ നൗഷാദ് തൻ്റെ ഷെയ്ഖ് ഗ്ലോബൽ വില്ലേജിൽ പോയതിനെ ന്യായീകരിച്ച് മെഴുകിയിട്ട് ഒരു വിധം ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇപ്പോൾ സുന്നികളായ ഉലമാ പഠിപ്പിച്ചതിന് വിരുദ്ധമായിക്കൊണ്ട് അതിന് നേരെ ഘടകവിരുദ്ധമായ ആശയങ്ങളാണ് ഇപ്പോൾ നൗഷാദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സുന്നികളും നൗഷാദും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം സ്ത്രീയുടെ ഔറത്ത് ഏത് എന്ന വിഷയത്തിലാണ് എന്നാണ് ചിലർ തെറ്റിദ്ധരിച്ചത്. യഥാർത്ഥത്തിൽ അതൊന്നുമല്ല തർക്കം. ഫിഖഹിന്റെ വീക്ഷണ പ്രകാരം പല വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, സ്വാഭാവികം. അവിടെ ഒരഭിപ്രായം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് ശരിയൊന്നുമല്ല. അപ്പൊ അങ്ങനെ നമുക്ക് സുന്നികൾ ആരും അങ്ങനെ വാദിക്കുന്നുമില്ല. പക്ഷെ ഇവിടെ എന്താണ് വിഷയം? ഇവിടെ ലോകം നിയന്ത്രിക്കുന്ന വലിയ സൂഫിയും പിന്നെ CM വലിയുള്ളാന്റെ കദമിലുള്ള മുദബ്ബിറുൽ ആലമായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട വലിയായ ഒരാള് തൻ്റെ ഭാര്യയുടെ മുഖം പോയിട്ട് മുടി പോലും മര്യാദക്ക് മറക്കാതെ ബാക്കിയുള്ള ശരീരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ തുറന്നിട്ടുകൊണ്ട്, അതും എവിടെയാണ് നടക്കുന്നത്? അർദ്ധരത്നകളും പൂർണ്ണരത്നകളുമായ സ്ത്രീകൾക്കിടയിലൂടെ നടക്കുകയാണ്. ഇത് സൂക്ഷ്മതയാണോ? ഷറഇൽ സൂക്ഷ്മത വേണ്ടേ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. സൂക്ഷ്മതയാണ് ത്വരീഖത്ത്, ശരീഅത്തിനേക്കാളും അപ്പുറത്താണ് ത്വരീഖത്ത് എന്നൊക്കെ പ്രസംഗിച്ച ഇതേ നൗഷാദിന്റെ ഷെയ്ഖ് കാണിച്ചു കൂട്ടിയ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. അതുകൊണ്ട് നമ്മളുടെ ചോദ്യം നമ്മൾ ആവർത്തിക്കുന്നു: ഷറഇൽ വറഅ് വേണ്ടേ? ഷറഇൽ സൂക്ഷ്മത വേണ്ടേ? സൂക്ഷ്മത മുഖം മറക്കലാണോ മറക്കാതിരിക്കലാണോ? പറയണം മറുപടി. മുടി തന്നെ മര്യാദക്ക് മറച്ചിട്ടില്ല. അതുപോലെ തന്നെ കയ്യിൻ്റെ പല ഭാഗങ്ങളും പുറത്ത് കാണിച്ചുകൊണ്ടാണ് വരുന്നത് എന്ന് മാത്രമല്ല, എവിടെയാണിത് നടക്കുന്നത്? ഏത് സ്ഥലത്ത് പോയാലും ന്യായീകരിക്കലാണോ? കോവളത്ത് പോയാലും ന്യായീകരിക്കുക, അതുപോലെ ഗ്ലോബൽ വില്ലേജിൽ പോയാലും ന്യായീകരിക്കുക. എന്താണ് നൗഷാദെ, ഇങ്ങനെ തരം താഴാൻ പറ്റുമോ താങ്കൾ? ഇനി നൗഷാദ് കുറേ കിതാബുകൾ വായിക്കുന്നുണ്ട്. ചില ആളുകൾ പറഞ്ഞു നൗഷാദ് കുറേ കിതാബ് വായിച്ചില്ലേ. എന്ത് കിതാബ്? ഇവിടെ സുന്നികളും കുരുവട്ടൂരികളും തമ്മിലുള്ള തർക്കത്തിലിരിക്കുന്ന വിഷയം സ്ത്രീയുടെ ഔറത്ത് ഏതല്ല എന്ന വിഷയത്തിലാണോ? ഒരിക്കലുമല്ല. എവിടെയാണ് ഇവിടെ തർക്കം? ഇതാണ് ഞാൻ പറഞ്ഞ മർമ്മ പോയിന്റ്. അതായത് ശരീഅത്തിൽ വറവ് വേണ്ട. ത്വരീഖത്താകുമ്പോൾ വറവ് കുറച്ചും കൂടി കടുപ്പമായ വറവ് വേണം. എവിടെയാണ് നിങ്ങളുടെ സൂക്ഷ്മത? ഇതാണ്. ഇനി രണ്ടാമത് നമുക്ക് പറയാനുള്ളത്, കിതാബ് വായിച്ചു ആയിക്കോട്ടെ, എന്നാൽ ഫിഖഹിന്റെ കാഴ്ചപ്പാട് പ്രകാരം ഫിഖഹിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. പക്ഷേ നമ്മുടെ ഉലമാ കാണിച്ചു തന്ന ഒരു അഭിപ്രായവും അതുപോലെ നമ്മുടെ ഉസ്താദുമാർ ഏത് അഭിപ്രായത്തിന് ഊന്നൽ നൽകുന്നു, ഈ ഒരു പാരമ്പര്യ ശൈലി നമുക്ക് നമ്മുടെ ഉസ്താദുമാർ കിതാബ് ഓതിത്തരുമ്പോഴും അവർ പഠിപ്പിക്കുമ്പോഴും നമുക്ക് കാണാൻ കഴിയും. അതിന് ഞാൻ ഒരു ഉദാഹരണം പറയാം. ഈ നൗഷാദ് തന്നെ ഇദ്ദേഹം തലശ്ശേരി സംവാദം നടത്തുന്ന സമയത്ത് ഹനീഫ കായക്കൊടി ബഹുമാനപ്പെട്ട സദഖത്തുള്ള ഉസ്താദിന്റെ ഒരു ഉദ്ധരണി വായിച്ചു. അപ്പോൾ നൗഷാദ് പറഞ്ഞു, ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങളുടെ ഫതാവ, ഇബ്നു ഹജർ തങ്ങളുടെ ഫതാവയിലെ ഉദ്ധരണി വായിച്ചുകൊണ്ട് എന്ത് ചെയ്തു? ആ ഒരു അഭിപ്രായത്തെ ഗണന നടത്തി. യഥാർത്ഥത്തിൽ ആ ഫിഖഹിന്റെ വീക്ഷണപ്രകാരം സദഖത്തുൽ ഉസ്താദ് പറഞ്ഞത് ഒരു നിലക്ക് അഭിപ്രായം ശരിയാകും. എന്നാൽ ആ അഭിപ്രായത്തിന് ഊന്നൽ നൽകാതെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ മുൻകാലത്ത് നമുക്ക് കാണിച്ചു തന്ന മാതൃക വസ്സവാബു അത്തഹരീമു ബിൽ ജസ്മി ബിഹി എന്ന് പറയുന്ന ആ ഇബാറത്ത്, അഥവാ ഹറാമാണെന്ന് പറയലാണ് അതിന്റെ ശരിയായ വശമെന്ന് ഇബ്നു ഹജർ തങ്ങൾ അന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് തന്നെ ഫിത്നയുണ്ട്. അന്ന് തന്നെ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഫിത്നയുണ്ട്. അപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവിടെ എന്താണ് നൗഷാദ് കാണിച്ചത്? യഥാർത്ഥത്തിൽ അതിനെതിരായ അഭിപ്രായങ്ങളും ഫിഖഹിൽ ഉണ്ടാവാം. പക്ഷേ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങളുടെ അഭിപ്രായത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ പാരമ്പര്യം എന്ന് സമർത്ഥിക്കുകയാണ് നൗഷാദ് അവിടെ ചെയ്തത്. എന്നാൽ ഇന്ന് നൗഷാദ് ചെയ്യുന്നതോ തനി വഹാബിസമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വഹാബികളാണ് മുഖം മറക്കൽ നിർബന്ധമില്ല, അതുപോലെ തന്നെ കൈ മറക്കൽ നിർബന്ധമില്ല എന്ന് ഇത്രയും കാലം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വഹാബികളാണ്. ഈ വഹാബികളുടെ അതേ ആശയമാണ് ഇപ്പോൾ നൗഷാദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നൗഷാദ് വായിച്ച കിതാബിലുണ്ട്. പക്ഷേ ഏതിന് പ്രാധാന്യം കൊടുക്കണം, ഏതിനാണ് നമ്മുടെ ഉലമാ ഏത് അഭിപ്രായത്തിനാണ് ഊന്നൽ നൽകി നമ്മുടെ പാരമ്പര്യമായി നമുക്ക് ഉസ്താദുമാർ കാണിച്ചെന്ന മാതൃക ഏതാണ്, അതുകൂടി ഇവിടെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല, ഇവിടെ നമ്മുടെ ഉലമാ ഇബ്നു ഹജർ തങ്ങൾ തന്നെ
ആ ഇബ്നു ഹജർ തങ്ങളുടെ തുഹ്ഫ തന്നെ മര്യാദക്കൊന്ന് ആത്മാർത്ഥമായി നിഷ്പക്ഷമായി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സൂക്ഷ്മത ഏറ്റവും നല്ലതും ഏറ്റവും ശരിയായ രീതിയും അത് മുഖവും കയ്യും മറക്കലാണെന്ന് നമുക്ക് മനസ്സിലാകും. ഷെർവാനിയാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഷെർവാനിയിലെ ഇബാറത്ത് കാണാം. ഉരിഫ ബിഹാദ തഖരീരി അന്ന ലഹാ സലാസു ഔറാത്ത്. സ്ത്രീകൾക്ക് 3 ഔറത്തുണ്ട്. ഔറത്തും ഫി സ്വലാ, ഒന്ന് നിസ്കാരത്തിലെ ഔറത്ത്, അത് വഹുവ തഖദ്ദമ മുമ്പ് കഴിഞ്ഞു. വ ഔറത്തും ബിന്നിസ്ബത്തിൽ നദറിൽ അജാനിബി ഇലൈഹ, സ്ത്രീകളിലേക്ക് അന്യരായ പുരുഷന്മാർ നോക്കുന്ന സമയത്തുള്ള ഔറത്ത് ജമീഉ ബദനിഹാ ഹത്തൽ വജ്ഹി വൽ കഫൈനി അലൽ മുഅ്തമദി. കേട്ടോ നൗഷാദെ, കേട്ടോ, ഷെർവാനി അടക്കം വായിക്കൂ. ജമീഉ ബദനിഹ, അവരുടെ ശരീരം മുഴുവനുമാണ്. ഹത്തൽ വജ്ഹി, മുഖമടക്കം, വൽ കഫൈനി, 2 മുൻകൈ അടക്കം, അലൽ മുഅ്തമദി, പ്രബലമായ അഭിപ്രായ പ്രകാരം. ഇത് ഷെർവാനിയിൽ തന്നെ ഉണ്ട്. അപ്പൊ ഇതാണ് സുന്നത്തെ ജമാഅത്തിന്റെ പാരമ്പര്യം. ഇതാണ് നമ്മുടെ ഉസ്താദുമാർ നമുക്ക് കാണിച്ചെന്ന മാതൃക. അതാണ്. ഇത് മാത്രമല്ല, ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹിമഹുല്ല അവിടുത്തെ അൽ അഷ്ബാഹു വൻ നളായിർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് കാണാം. എന്താണ്? സ്ത്രീകൾക്ക് അൽമർഅതു ഫിൽ ഔറത്തി ലഹാ അഹ്വാൽ, അവർക്ക് കുറെ അവസ്ഥകൾക്കുണ്ട് സ്ത്രീകൾക്ക്. ഹാലത്തും മഅ സൗജ്, അതുപോലെ തന്നെ ഹാലത്തും മഅൽ അജാനിബ്, അജാനിബിന്റെ കൂടെയുള്ള ഔറത്ത് ഏതാണ്? വഔറത്തുഹാ കുല്ലുൽ ബദൻ, അവളുടെ ഔറത്ത് ഏതാണ്? ശരീരം മുഴുവനുമാണ്. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹിമഹുല്ല. ഇനി ബഹുമാനപ്പെട്ട ഇമാം റംലി റഹിമഹുല്ലയുടെ ഒരു ചോദ്യം, ഹൽ യജിബു അലൽ മർഅത്തി സത്റു വജ്ഹിഹാ ഖാരിജ സ്വലാത്തി ബിഹളറത്തിൽ അജാനിബ് ഔ ലാ, അന്യപുരുഷന്മാരുടെ മുമ്പിൽ നിസ്കാരത്തിൽ അല്ലാതിരിക്കുമ്പോൾ സ്ത്രീകൾക്ക് അവരുടെ ഔറത്ത് മുഖം മറക്കൽ നിർബന്ധമുണ്ടോ എന്ന് ചോദിക്കുന്നു. അതോ നിർബന്ധമില്ലേ? കമാ തഖ്തളിഹി ഇബാറത്തുൽ ഇർഷാദി വർ-റൗള വനഖൽ ഖാദി ഇയാദ് ഇത്തിഫാഖൽ ഉലമാഇ അലൈഹി, ഉലമാഇന്റെ ഇത്തിഫാഖ് അതിൽ ഉദ്ധരിച്ചിട്ടുമുണ്ടല്ലോ. ഇത് ശരിയാണോ അല്ലേ എന്ന ചോദ്യം. ബിഅന്നഹു യജിബു അലൈഹാ സത്റു വജ്ഹിഹാ ബിഹളറത്തിൽ അജ്നബിയ്യ്. കേട്ടോ മൗനൂഷൗദ, കേട്ടോ, അജ്നബിയിന്റെ ഹളറത്തിൽ മുഖം മറക്കൽ നിർബന്ധമാകുന്നു. കമാ സഹഹഹു ഫിൽ മിൻഹാജ്, ബഹുമാനപ്പെട്ട നവവി ഇമാം മിൻഹാജിൽ സഹിഹാക്കിയതുപോലെ. വഖുവത്തു കലാമി ശറഹി സഗീർ തഖ്തളി റുജ്ഹാനഹു വഅല്ലലഹു ബിഇത്തിഫാഖിൽ മുസ്ലിമീന അലാ മൻഇൻ നിസാഇ മിനൽ ഖുറൂജി സാഫിറാത്ത്, സ്ത്രീകൾ അവരുടെ ഭംഗി പ്രദർശിപ്പിക്കുന്ന രൂപത്തിൽ പുറത്തിറങ്ങാൻ പാടില്ല എന്ന മുസ്ലിമീങ്ങളുടെ ഇത്തിഫാഖാണ് ഇതിനെ ദലീലായിക്കൊണ്ട് അല്ലെങ്കിൽ ഇല്ലത്തായിക്കൊണ്ട് പറഞ്ഞത് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഖാസിം റഹിമഹുല്ല, ബഹുമാനപ്പെട്ട റംലി റഹിമഹുല്ല പറയുന്നു. കഴിഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട ഹാഷിയത്തുൽ ബുജൈരിമിൽ നമുക്ക് കാണാം. എന്താണ്? വഔറത്തുൽ ഹുറ ഐ ഫി സ്വലാ, നിസ്കാരത്തിൽ ഒരു സ്വതന്ത്ര സ്ത്രീയുടെ ഔറത്ത്. അമ്മ ഔറത്തുഹാ ഖാരിജ സ്വലാത്തി ബിന്നിസ്ബത്തിൽ നദറിൽ അജ്നബി ഇലൈഹാ ഫഹിയ ജമീഉ ബദനിഹാ, ശരീരം മുഴുവനുമാകുന്നു. ഹത്തൽ വജ്ഹി വൽ കഫൈനി. ഇനി ഹാഷിയത്തുൽ ബുജൈരിമി മൻഹജിന്റെ ഹാഷിയത്തുൽ ബുജൈരിമിൽ കാണാം. വലിൽ ഹുറത്തി ഔറാത്തിൻ ഫഇൻദൽ അജാനിബി ജമീഉൽ ബദൻ, അജ്നബിയുടെ മുമ്പിൽ എന്താണ്? ശരീരം മുഴുവനുമാകുന്നു. ഇങ്ങനെ ഒരുപാട് ഇമാമിങ്ങൾ പഠിപ്പിച്ച ഈ ഒരു അഭിപ്രായത്തെയാണ് സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാ നമുക്ക് കാണിച്ചു തന്നതും അതാണ് നമ്മൾ പിൻപറ്റാറുള്ളതും. നമ്മുടെ ഉസ്താദുമാരും നമ്മുടെ ഉലമാ ഒക്കെ ഊന്നൽ നൽകിയ അഭിപ്രായം ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ കേരളക്കരയിൽ നമ്മുടെ സ്ത്രീകളെല്ലാവരും മുഖവും ശരീരവും മുഴുവൻ മറച്ചുകൊണ്ടാണ് പുരുഷന്മാർക്കിടയിലേക്ക് ഇറങ്ങാറുള്ളത്. എന്നാൽ ഈ ത്വരീഖത്തിന്റെ പേരിൽ, കള്ളത്വരീഖത്തിന്റെ പേരിൽ തനി വഹാബിസമാണ് ഇപ്പോൾ നൗഷാദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ആദർശത്തിന്റെ ആളുകളാണെന്നും ഞങ്ങൾ സുന്നികളാണെന്നും പറഞ്ഞ് കുറെ കാലം ഇവിടെ നടന്നിട്ട് ഇപ്പൊ തനി വഹാബിസത്തിലേക്ക് അധപ്പതിച്ചിരിക്കുകയാണ് ഇപ്പോൾ നൗഷാദ്. എല്ലാവരും ജാഗരൂകരായിരിക്കും.